നമസ്കാരം. ഇന്ന് മനോരമ ഓൺലൈനിൽ വളരെ വിചിത്രമായ ഒരു വാർത്ത ഞാൻ വായിച്ചു. കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ വയനാട് ദുരന്തത്തിൽപ്പെട്ട ആൾക്കാർക്ക് ധനസഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ജനങ്ങളോട് അദ്ദേഹത്തിൻ്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുവാൻ ആവശ്യപ്പെടുകയുണ്ടായി. അതിനെതിരെ ഏതൊരു വ്യക്തി ഒരു പോസ്റ്റ് ഇട്ടു. ആ വ്യക്തിക്കെതിരെ പോലീസ് കേസെടുത്തു എന്നായിരുന്നു വാർത്ത. ഈ വാർത്ത വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത് നമ്മൾ ജീവിക്കുന്നത് ജനാധിപത്യ സംവിധാനത്തിലല്ല, മറിച്ച് രാജഭരണത്തിന് കീഴിലാണ്. ശ്രീ പിണറായി വിജയൻ നമ്മുടെയൊക്കെ രാജാവാണ്. അദ്ദേഹത്തെ നമ്മളാരും തിരഞ്ഞെടുത്തതല്ല. ഇവിടുത്തെ ജനങ്ങൾ വോട്ട് ചെയ്തിട്ട് അധികാരം കിട്ടിയ ഒരാളല്ല അദ്ദേഹം. മറിച്ച് അദ്ദേഹം ഒരു രാജകുടുംബത്തിലെ അംഗമാണ്. തലമുറകളായിട്ട് അവരുടെ കുടുംബമാണ് ഈ നാട് ഭരിക്കുന്നത്. ഈ നാട് അവരുടെ സ്വന്തമാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നതിന് എതിര് പറയാൻ നമുക്ക് പറ്റില്ല. കാര്യം നമ്മളൊക്കെ അദ്ദേഹത്തിൻ്റെ ആശ്രിതരാണ്. അദ്ദേഹത്തിൻ്റെ ദയയിലും കരുണയിലുമാണ് നമ്മൾ ജീവിക്കുന്നത്. അദ്ദേഹത്തിന് എന്തും പറയാം. ആശ്രിതരായ നമ്മൾ മിണ്ടാൻ പാടില്ല. അങ്ങനെയാണോ കാര്യങ്ങൾ? അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പോലീസ് എടുത്ത ഈ കേസിൽ ഒരു കുഴപ്പമില്ല, എടുക്കാം. കേസെടുക്കുക മാത്രമല്ല, അയാളെ കൊണ്ടുപോയി തൂക്കിക്കൊല്ലണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം രാജാവിൻ്റെ ഒരു അഭിപ്രായത്തിന് എതിര് സംസാരിച്ചു. അതല്ല, ഇതൊരു ജനാധിപത്യ വ്യവസ്ഥയാണ് എങ്കിൽ ശ്രീ പിണറായി വിജയന് സംസാരിക്കാൻ അവകാശമുള്ളതുപോലെ ഈ നാട്ടിലെ ഓരോ പൗരനും അവകാശമുണ്ട്. അതിനുള്ള അനുമതി അവന് ഭരണഘടന കൊടുക്കുന്നുണ്ട്. അവനങ്ങനെ സംസാരിക്കാം. മറ്റുള്ളവരെ അധിക്ഷേപിക്കാനോ അവഹേളിക്കാനോ ഉള്ള അവകാശം ആർക്കുമില്ല. എന്നാൽ അത്തരത്തിലുള്ള അവഹേളനങ്ങളും അധിക്ഷേപങ്ങളും ഇവിടുത്തെ രാഷ്ട്രീയക്കാർ നിരന്തരം ചെയ്തിട്ടും അവർക്കെതിരെ ഒന്നും ഒരു കേസും വരുന്നില്ല. ഇവിടെ ഒരു വ്യക്തി അയാളുടെ അഭിപ്രായം പറഞ്ഞതിന് മതിയായ കാരണങ്ങളുണ്ട്. മാത്രമല്ല, ഞാൻ ആ വാർത്ത വായിച്ചതിൽ നിന്നും മനസ്സിലാക്കുന്നത് അയാൾ ഒരിക്കലും വയനാട് ദുരന്തത്തിൽപ്പെട്ട ആൾക്കാർക്ക് സഹായം കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ടില്ല. അയാൾ പറഞ്ഞത് അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട് വഴി കൊടുക്കരുതെന്ന് മാത്രമാണ്. എന്തുകൊണ്ട് അയാളത് പറഞ്ഞു എന്നുള്ളതാണ് നമ്മൾ ചോദിക്കേണ്ടത്, അല്ലെങ്കിൽ അന്വേഷിക്കേണ്ടത്. അയാൾ ഇനി പറയുകയാണ് വയനാട് ദുരന്തത്തിൽപ്പെട്ട ആൾക്കാർക്ക് പൈസ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല, സഹായം കൊടുക്കണ്ട എന്ന് പറഞ്ഞാൽ പോലും അതിലൊരു തെറ്റുമില്ല. അത് അയാളുടെ അഭിപ്രായമാണ്. അയാളുടെ അഭിപ്രായമാണോ എന്നില്ല മറ്റുള്ളവരുടെ അഭിപ്രായം. അപ്പോൾ വയനാട് ദുരന്തത്തിൽ കയ്യിൽ പണം ഉണ്ടായിട്ടും കൊടുക്കുന്നവരുണ്ട്, കൊടുക്കാത്തവരുണ്ട്. അത് അവരവരുടെ ഇഷ്ടവും താല്പര്യവുമാണ്. ആ ഇഷ്ടവും താല്പര്യം പറഞ്ഞു എന്ന് കരുതി അതൊരു ക്രൈം ആവില്ല. അപ്പോൾ ഇവിടെ ഒരു വ്യക്തി ഒരു അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ അയാൾക്കെതിരെ കേസെടുക്കാൻ പറഞ്ഞ ശ്രീ പിണറായി വിജയനും കേസെടുത്ത പോലീസും അറിയാൻ വേണ്ടി രണ്ട് കാര്യങ്ങൾ പറയാം. ഞാനിപ്പോൾ ഈ കാണിക്കുന്നത് കഴിഞ്ഞ കൊല്ലം നമ്മുടെ ഒട്ടുമിക്ക മാധ്യമങ്ങളിലും വന്നൊരു വാർത്തയാണ്. സംഭവം മറ്റൊന്നുമല്ല, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നും ചില വ്യക്തികൾ പണം അടിച്ചു മാറ്റിയതിനെക്കുറിച്ചുള്ള അന്വേഷണത്തെക്കുറിച്ചാണ് ഈ വാർത്ത. വിജിലൻസ് അന്വേഷണം നടക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നും ചില സർക്കാർ ഉദ്യോഗസ്ഥരും ചില ഡോക്ടർമാരും ചില രാഷ്ട്രീയക്കാരും ചില ഇടനിലക്കാരും ഒക്കെ ചേർന്ന് കോടിക്കണക്കിന് പണം വ്യാജരേഖകൾ ചമച്ച് തട്ടിയെടുത്തു. അതിൽ വിജിലൻസ് അന്വേഷണം നടത്തുന്നതിനെ കുറിച്ചുള്ള വാർത്തയാണ്. മുഖ്യമന്ത്രിക്ക് അറിയാവുന്ന കാര്യമാണ്. മുഖ്യമന്ത്രിക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫണ്ടിൽ നിന്നും അദ്ദേഹം അറിയാതെ പല ആൾക്കാരും പണം തട്ടിയെടുത്തുകൊണ്ട് പോയിട്ടുണ്ടെന്നും ചിലപ്പോഴൊക്കെ ഇത് പകമാറ്റി ചിലവഴിച്ചിട്ടുണ്ടെന്നും ഒക്കെയുള്ള വാർത്തകൾ നമ്മൾ കാണുമ്പോൾ ഈ നാട്ടിലെ ഒരു സാധാരണ പൗരൻ ഈ ഫണ്ടിനെ എങ്ങനെ നോക്കിക്കാണും? ഏത് രീതിയിലായിരിക്കും അയാൾ അതിനെ നോക്കിക്കാണുന്നത്? നിങ്ങളിപ്പോൾ ഈ വാർത്ത വന്നല്ലോ, ആ വാർത്തയുടെ ചുവട്ടിൽ ധാരാളം വ്യക്തികൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ആ കമൻറ്റ് ചെയ്ത ആൾക്കാരിൽ ഭൂരിപക്ഷവും ഈ അഭിപ്രായം പറഞ്ഞ വ്യക്തിയുടെ ഒപ്പം നിൽക്കുന്നവരാണ്. അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പണം കൊടുക്കരുത് എന്ന അഭിപ്രായമുള്ളവരാണ് അവർ. അപ്പോൾ ഇത്രയേറെ ആൾക്കാർ അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം എന്താണെന്ന് മുഖ്യമന്ത്രിയും തിരക്കണം, അല്ലെങ്കിൽ അറിയണം, അല്ലെങ്കിൽ അറിയാനുള്ള മനസ്സ് കാണിക്കണം അവർ. അപ്പോൾ താങ്കളുടെ പേരിലുള്ള അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പേരിലുള്ള ഈ ഫണ്ടിനെ കുറിച്ച് അതിൽ നിന്നും പല ആൾക്കാരും വ്യാജരേഖകൾ ചമച്ച് ഡോക്ടർമാർ വരെ കള്ളരേഖകൾ ഉണ്ടാക്കാൻ കൂട്ടുനിന്ന് പണം തട്ടിയെടുത്തുകൊണ്ട് പോയി എന്ന് വായിക്കുമ്പോൾ എങ്ങനെയാണ് ജനങ്ങൾക്ക് അതിൽ വിശ്വാസം ഉണ്ടാവുക? ജനങ്ങൾ ഈ പണം തരുന്നത് അവരുടെ അധ്വാനത്തിൽ നിന്നുമാണ്. അവരുടെ അധ്വാനത്തിൽ നിന്നും സഹതാപത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പേരിൽ പണം തരുമ്പോൾ ആ പണം താങ്കളുടെ പക്കൽ നിന്നും മോട്ടിച്ചുകൊണ്ട് പോകുന്ന ഒരാൾക്കാരുണ്ടെങ്കിൽ താങ്കൾക്ക് സൂക്ഷിക്കാൻ സാധിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ താങ്കൾക്ക് എങ്ങനെയാണ് അതേക്കുറിച്ച് പറഞ്ഞ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ആ വ്യക്തിക്കെതിരെ കേസെടുക്കാൻ പറ്റുക? ഇനി മറ്റു രണ്ട് കാര്യങ്ങൾ കൂടിയുണ്ട്. ഒന്ന്, 2018 ഒരു വെള്ളപ്പൊക്കം ഉണ്ടായി. ഈ വെള്ളപ്പൊക്കം എങ്ങനെ ഉണ്ടായതാണ്? അതൊരു പ്രകൃതി ദുരന്തമായിരുന്നു. ഒരിക്കലും അതൊരു പ്രകൃതി ദുരന്തമായിരുന്നില്ല. അത് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സർക്കാരിൻ്റെ പിടിപ്പുകൾ കൊണ്ട് മാത്രം സംഭവിച്ച ഒന്നാണെന്ന് എല്ലാവർക്കും അറിയാം. ഇവിടെ മഴ പെയ്ത സമയത്ത് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും കേന്ദ്ര സർക്കാരും ഒക്കെ ഈ സർക്കാരിന് കൃത്യമായിട്ട് മുന്നറിയിപ്പ് കൊടുത്തിരുന്നു, ഇത്തവണ മഴ കൂടുതലായിരിക്കും, നിങ്ങൾ ഡാമുകളിലെ വെള്ളം കുറേശ്ശെയായിട്ട് തുറന്നു വിടണം. പക്ഷേ ഇവർ വിട്ടില്ല. കാരണം അതിന് മുമ്പിലത്തെ വർഷങ്ങളിൽ വരൾച്ച ഉണ്ടായിരുന്നു, വെള്ളത്തിന് കുറവുണ്ടായിരുന്നു.
ആ ഒരു ആശങ്ക മൂലം ഇവർ ഡാമുകളിലെ വെള്ളം സമയത്തിന് തുറന്നു വിട്ടില്ല. തുറന്നു വിടാതെ വന്നപ്പോൾ അവസാനം ഡാമുകൾ നിറഞ്ഞു കവിഞ്ഞ് പൊട്ടുന്ന ഒരവസ്ഥയുണ്ടായി. അപ്പോൾ അവരെല്ലാ ഷട്ടറുകളും ഒരുമിച്ച് തുറന്നു. കേരളം മുങ്ങിപ്പോയി. അപ്പോൾ സർക്കാരിൻ്റെ പിടിപ്പുകേട് കൊണ്ടുണ്ടായ ഒരു ദുരന്തമായിരുന്നു 2018. അങ്ങനെ ഒരു ദുരന്തം ഉണ്ടാക്കി വെച്ചിട്ട് അവർ തന്നെ വന്ന് നമ്മളോട് ഈ ദുരന്തത്തെ മറികടക്കാൻ ഞങ്ങൾക്ക് പണം തരണമെന്ന് പറഞ്ഞാൽ അങ്ങനെ സഹായം ചോദിക്കാനുള്ള ധാർമ്മികമായിട്ടുള്ള അർഹത മുഖ്യമന്ത്രിക്കോ ഈ സർക്കാരിനോ ഉണ്ടോ? ഇല്ല. ഇപ്പോൾ 2024 നടന്ന ഈ വയനാട്ടിലെ ദുരന്തം ഇതും സമാനമാണ്. ഇതും ഈ സർക്കാരിൻ്റെ പിടിപ്പുകേട് കൊണ്ട് തന്നെ സംഭവിച്ചതാണ്. പശ്ചിമഘട്ടത്തെക്കുറിച്ചും അവിടെ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളെക്കുറിച്ചും എല്ലാം വളരെ കൃത്യമായിട്ട് പഠനം നടത്തി മാധവ് ഗാഡ്ഗിൽ എന്ന് പറയുന്ന വ്യക്തി ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി സർക്കാരിന് കൊടുത്തിട്ട് ഈ സർക്കാർ ഇത് തുറന്നു നോക്കിയില്ല. ഇപ്പോൾ ദുരന്തമുണ്ടായ ആ പ്രദേശം മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് അനുസരിച്ച് ഹൈലി സെൻസിറ്റീവ് ഏരിയയിലാണ് സംഭവിച്ചിരിക്കുന്നത്. അത്തരത്തിലുള്ള മേഖലകളിൽ നിർമ്മാണ പ്രവർത്തനങ്ങളോ ആൾതാമസമോ വികസനമോ യാതൊന്നും പാടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എന്നാൽ അതൊന്നും തുറന്നു നോക്കാൻ സർക്കാരിൻ്റെ സമയം കിട്ടിയില്ല. അവരും മറ്റ് പല കാര്യങ്ങളിലും ബിസിയായിരുന്നു, പല കാര്യങ്ങളും തിരക്കിലായിരുന്നു. ഈ റിപ്പോർട്ട് നോക്കി അതനുസരിച്ച് ദുർബല മേഖലകളിൽ വേണ്ട നടപടി ഈ സർക്കാർ എടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ വയനാട്ടിലെ ദുരന്തം ഉണ്ടാകില്ല. ഇപ്പോഴും അവർ ആ റിപ്പോർട്ട് എടുത്ത് നോക്കി ഇതിനെക്കുറിച്ച് ശരിയായിട്ട് മനസ്സിലാക്കി പഠനം നടത്തി വേണ്ട നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ നാളെ കേരളം തന്നെ ഭൂപടത്തിൽ കാണുമോ എന്നുള്ള സംശയമാണ്. കാരണം അത്രയേറെ നമ്മൾ പ്രകൃതിയെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ ശക്തമായിട്ടുള്ള നടപടി എടുക്കേണ്ട ഈ സർക്കാർ എന്തെങ്കിലും ദുരന്തം ഉണ്ടാകുമ്പോൾ പൈസ കാശ് താന്ന് പറഞ്ഞ് ജനങ്ങളുടെ അടുക്കിലേക്ക് വരികയല്ലാതെ എടുക്കേണ്ട നടപടി എടുക്കുന്നില്ല. അപ്പോൾ ശ്രീ പിണറായി വിജയൻ ആലോചിക്കണം, യഥാർത്ഥത്തിൽ ആരാണ് പ്രതി? നിങ്ങളുടെ പിടിപ്പുകേട് ചൂണ്ടിക്കാണിച്ച ഒരു പാവപ്പെട്ട മനുഷ്യനാണോ അതോ നിങ്ങളാണോ? അതുകൊണ്ട് ദയവ് ചെയ്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക. അത് കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകില്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമ്പോൾ നിങ്ങൾ പണം ചോദിച്ചു വരുമ്പോൾ അത് അന്യായമാണെന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് അന്യായമാണോ എന്ന് തിരിച്ചറിയാനുള്ള ഒരു കഴിവെങ്കിലും ഉണ്ടാക്കിയെടുക്കണം. ഇപ്പോൾ ഈ വ്യക്തിക്കെതിരെ എടുത്തിരിക്കുന്ന കേസ് തീർത്തും അന്യായമാണ്. അയാൾ പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല. അത് അയാളുടെ അഭിപ്രായമാണ്. ആ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമായിക്കൊണ്ട് അയാൾ ഒരിക്കലും വയനാട്ടിലെ ജനങ്ങളെ സഹായിക്കേണ്ട എന്ന് പറഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നും പലരും പണം അടിച്ചുകൊണ്ട് പോയി എന്നതിൻ്റെ പേരിൽ വിജിലൻസ് അന്വേഷണം വരെ നടന്നിട്ടുള്ള ഈ സംസ്ഥാനത്ത് അതും കഴിഞ്ഞ കൊല്ലത്തെ കാര്യമാണ്. അങ്ങനെ ഒരാളുടെ അഭിപ്രായം പറയുമ്പോൾ അതിനെതിരെ കേസെടുക്കാൻ പോയത് വളരെ മോശമായി പോയി. പോലീസുകാരെങ്കിലും ഇതേക്കുറിച്ചൊന്ന് ചിന്തിക്കണമായിരുന്നു. താങ്ക് യു.